ഓക്കെ. ഓക്കെ, ബേസിക്കലി നമ്മൾ ഒരു ഒരു മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ നേരത്താണ് അതിന്റെ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഡിമാൻഡ് കർവും സപ്ലൈ കർവിനെ കുറിച്ചും പഠിക്കുന്നത്, അല്ലെങ്കിൽ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ഐഡിയ, സപ്ലൈ എന്ന് പറയുന്ന ഒരു ഐഡിയനെ കുറിച്ചും പഠിക്കുന്നത്. ഡിമാൻഡും സപ്ലൈയും കൂടെ കൂടിച്ചേർന്നാണ് ഒരു ഇൻവിസിബിൾ ഹാൻഡ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻവിസിബിൾ ഹാൻഡ് വഴി പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് സപ്ലൈയും ഡിറ്റർമിൻഡ് ആവുന്നത്. അപ്പൊ അതിന്റെ അകത്തെ ഡിമാൻഡിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഡിമാൻഡ്. ഈ ഡിമാൻഡിന്റെ കുറച്ച് ഡെഫിനീഷൻസും കാര്യങ്ങളുണ്ട്. അപ്പോ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താ? ബേസിക്കലി ഡിമാൻഡിന്റെ ഒരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തോളണേ. ഡിമാൻഡിന്റെ ഒരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവണമെങ്കിൽ കൂടുതലും പുതിയ പിള്ളേർ ആരെങ്കിലും ഒരു ഉത്തരം പറയുകയാണെങ്കിൽ നന്നായിരുന്നു കേട്ടോ. പഴയ പഴയ ആൾക്കാരില്ല, പുതിയ ആൾക്കാർ ആരെങ്കിലും ഒന്ന് ഒന്ന് മുന്നോട്ട് വരികയാണെങ്കിൽ അത്രയും നന്നായിരുന്നു. ഡിമാൻഡിന് ഒരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ, വെറുതെ ഡിമാൻഡ് ഒരു ഇന്റർവ്യൂവറോ നിങ്ങളോട് ചോദിക്കുകയാണ്, HST ഇന്റർവ്യൂവിന് അല്ല, നിങ്ങൾക്ക് വോട്ടസ് ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? Desire backed by ability and willingness to pay for a commodity. ആ ഡിസയർ ബാക്ട് ബൈ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. ഇപ്പൊ ഡിമാൻഡ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളൂ. സാധാരണ ഇതിലൂടെ ഒരു തെറ്റ് വരുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ലോ ഓഫ് ഡിമാൻഡിന്റെ കേസ് പറയും. ലോ ഓഫ് ഡിമാൻഡ് അല്ല ചോദിച്ചത്, ഡിമാൻഡ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഡിമാൻഡ് ഉണ്ടാവണമെങ്കിൽ ഡിസയർ ബാക്ട് ബൈ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. ഒരു ഡിസയർ ഉണ്ടായിരിക്കണം, ഷുഡ് ബി ബാക്ട് ബൈ എബിലിറ്റി ആൻഡ് willingness to pay for a commodity. അപ്പൊ മൂന്ന് കാര്യങ്ങൾ: ഒന്ന് ഡിസയർ ബാക്ട് ബൈ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം ഒരാൾക്ക്. അയാൾക്ക് ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരാ, കാരണം എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ എനിക്കും ഉണ്ട് ആഗ്രഹം, ഈ പറയുന്ന ഒരു പോർഷെ വാങ്ങണമെന്നോ, അല്ലെങ്കിൽ ഈ പറയുന്ന ലാൻഡ് റോവർ വാങ്ങണമെന്നോ. നിങ്ങൾക്കും ഉണ്ടാവും ഒരുപാട് ആഗ്രഹങ്ങൾ. അത് ചിലപ്പോൾ ഒരു പ്രൈവറ്റ് ജെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പ്ലെയിൻ ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ ഡിസയർ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. കയ്യിൽ ജോർജ് കുട്ടി വേണമെന്ന് പറയും. ജോർജ് കുട്ടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വേണമെന്ന് അർത്ഥം. ഓക്കെ, ഏബിൾ ആയിരിക്കണം. ഓക്കെ, അയാളുടെ ആ പ്രോഡക്റ്റ് ഉള്ള അതിനുള്ള വില കൊടുക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കും. അയാളുടെ കയ്യിൽ മണി വേണം. ഓക്കെ, അത് മാത്രം പോരാ. ഈ പറയുന്ന നിങ്ങൾ ഇനിയിപ്പോ പൈസ ചെലവാക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഡിമാൻഡ് ഉണ്ടായിരിക്കില്ല. കാരണം ആ പ്രോഡക്റ്റിന് നിങ്ങൾ ഡിസയർ ഉണ്ട്, നിങ്ങൾ ഏബിൾ ആണ്, പക്ഷെ നിങ്ങൾ ഈ പറയുന്ന അതിന് പൈസ കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ, വില്ലിംഗ്നെസ് ടു പേ ഇല്ലെങ്കിൽ, ഈ പറയുന്ന വീണ്ടും ഡിമാൻഡ് അവിടെ സംഭവിക്കില്ല. അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഡിമാൻഡ് ഉണ്ട് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി ആം, അല്ലെങ്കിൽ ഒരു വേറൊരു ഡെഫിനേഷൻ എന്തായിരിക്കും? വേറെ ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ? വേറെ എന്തെങ്കിലും ഒരു ഡെഫിനേഷൻ ഡിമാൻഡ്? നമ്മൾ ഈ മോഡേൺ ബുക്സ് ഒക്കെ വായിക്കാൻ നേരത്തെ കിട്ടുന്ന ഒരു ഡെഫിനേഷൻ ആരെങ്കിലും അറിയില്ല? ഓക്കെ, the quantity demanded of a good or service the consumer is planning to buy at a given period of time at a particular price. ഓക്കെ, അതൊരു ഗുഡ് ആയിരിക്കാം, ഒരു സർവീസ് ആയിരിക്കാം. ഓക്കെ, അത് കൺസ്യൂമർ പ്ലാൻ ചെയ്യുന്നു ഒരു ഗിവൺ പീരീഡിൽ അറ്റ് എ പെർട്ടിക്കുലർ പ്രൈസിൽ മേടിക്കാൻ വേണ്ടി. ഓക്കെ, ഇതും പുതിയ ടെക്സ്റ്റ് ബുക്കുകളിൽ കാണുന്ന ഒരു ഡിമാൻഡിന്റെ ഡെഫിനേഷൻ ആണ്. ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ ഗുഡ് ഓർ സർവീസ് ഇസ് ദ എമൗണ്ട് ദ കൺസ്യൂമർ പ്ലാൻസ് ടു ബൈ ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം അറ്റ് എ പെർട്ടിക്കുലർ പ്രൈസ്. അതും ഡിമാൻഡിന്റെ ഒരു ഡെഫിനേഷൻ ആണ്. അതും കൂടെ ഒന്ന് എഴുതിയെടുത്തോ. The quantity demanded of a good or service at a given period of time at a particular price.
Okay, at a particular price. The quantity demanded for good or service at a given period of time at a particular price. അതാണ് വേറെ ഡെഫിനേഷൻ. ഇനി ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്. ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മാക്സിമം പ്രൈസ് ആണോ മിനിമം പ്രൈസ് ആണോ? ഒരു ഡിമാൻഡ് കർവ് ഉണ്ട്. ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്, ഒരു ഡിമാൻഡ് ഉണ്ടാവുക എന്ന് പറയുന്നത്, ആ ഡിമാൻഡ് ഉണ്ടാവുന്ന പോയിന്റിൽ കൺസ്യൂമർ അയാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മാക്സിമം പ്രൈസിനെയാണോ കാണിക്കുന്നത്, മിനിമം പ്രൈസിനെയാണോ കാണിക്കുന്നത്? ആരെങ്കിലും? മിനിമം പ്രൈസ്. ഓക്കെ, വേറെ എന്തെങ്കിലും അഭിപ്രായം? മാക്സിമം പ്രൈസ് ആണ്, മിനിമം പ്രൈസ് അല്ല, മാക്സിമം പ്രൈസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ഡിമാൻഡ് കർവ് ഷോസ് ദ മാക്സിമം പ്രൈസ് ദ കൺസ്യൂമേഴ്സ് ആർ വില്ലിംഗ് ടു പേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മിനിമം പ്രൈസ് എത്രയായിരിക്കും? ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ആ പ്രോഡക്റ്റിന് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മിനിമം പ്രൈസ് എന്തായിരിക്കും? സാധാരണഗതിയിൽ നിങ്ങളൊരു റാഷണൽ കൺസ്യൂമർ ആണെന്ന് വിചാരിക്കുക, സീറോ ആയിരിക്കില്ലേ? നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുമായിരിക്കും എന്തെങ്കിലും ഒരു സാധനം കൊടുക്കാൻ വേണ്ടി പ്രൈസ് ആയിട്ട്. ഡിമാൻഡ് കർവ് കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാക്സിമം പ്രൈസ് ആണ്. സപ്ലൈ കർവ് കാണിക്കുന്നത് നേരെ തിരിച്ചാണ്. അതായത് ദ മിനിമം പ്രൈസ് അറ്റ് വിച്ച് ദ പ്രൊഡ്യൂസർ ഇസ് വില്ലിംഗ് ടു സെൽ എ പ്രോഡക്റ്റ് ആണ് സപ്ലൈ കർവ് കാണിക്കുന്നത്. ഡിമാൻഡ് കർവ് കാണിക്കുന്നത് നേരെ തിരിച്ചാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴും ഡിമാൻഡ് കർവിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ നേരത്തെ എപ്പോഴും കൺസ്യൂമറിന്റെ സൈഡിൽ നിന്ന് വേണം ചിന്തിക്കാൻ വേണ്ടി. സപ്ലൈ കർവിനെ കുറിച്ച് ചിന്തിക്കാൻ നേരത്തെ എപ്പോഴും പ്രൊഡ്യൂസറിന്റെ സൈഡിൽ നിന്ന് വേണം ചിന്തിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്, ഓരോ ഡിമാൻഡ് കർവിലെ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മാക്സിമം പ്രൈസ് ദ കൺസ്യൂമർ ഇസ് വില്ലിംഗ് ടു പേ എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മൾ ആ ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഒക്കെ പഠിക്കാൻ നേരത്ത് കൺസ്യൂമറിന് എന്തെങ്കിലും കൺസ്യൂമർ സർപ്ലസ് ഉണ്ടോ? ആലോചിച്ച് നോക്കിയേ, ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആരെങ്കിലും? അവിടെ കൺസ്യൂമറിന് എന്തെങ്കിലും കൺസ്യൂമർ സർപ്ലസ് ഉണ്ടായിരുന്നോ? ഇല്ല, ബേസിക്കലി ഇല്ല. നമ്മൾ ആ സൈഡ് വരുമ്പോഴത്തേക്കും നമ്മളത് പഠിക്കും. ഓക്കെ, അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ ചാർജ് ദ ഹയസ്റ്റ് പ്രൈസ് പോസിബിൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കൺസ്യൂമറിന് കൺസ്യൂമർ സർപ്ലസ് ഇല്ല. സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷനിലും തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷനിലും ആണ് ഈ പറയുന്ന കൺസ്യൂമറിന് കൺസ്യൂമർ സർപ്ലസ് വരുന്നത്. അതോർത്ത് പേടിക്കണ്ടേ, അതിലേക്ക് നമ്മൾ വരും. ജസ്റ്റ് ഞാൻ പറഞ്ഞു തരുന്നപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു മാത്രം. ഒരു കാര്യം കൂടെ എഴുതി കൊടുക്കുക. ഡിമാൻഡ് കർവ് shows the maximum price the consumer are willing to pay. ഓർത്തിരിക്കണേ, ഡിമാൻഡ് കർവ് shows the maximum price the consumers are willing to pay. ഇനി ഒരു പ്രോഡക്റ്റ്, നിങ്ങളൊരു ഐസ്ക്രീം മേടിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു കോൺ ഐസ്ക്രീമിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ തൽക്കാലം എടുക്കുന്നത് ഈ ഡിമാൻഡ് അനാലിസിസിന്റെ. സപ്ലൈ കർവിന്റെ അനാലിസിസ് നമ്മൾ സെയിം എക്സാമ്പിൾ എടുത്തു. അപ്പൊ നിങ്ങൾ ഒരു കോൺ ഐസ്ക്രീമിനെ കുറിച്ച് ചിന്തിക്കുക. ഇപ്പൊ ഒരു മെറി ബോയ്. ഹലോ, സ്ക്രീൻ കാണുന്നില്ല? ഞാനത് എഴുതിയെടുക്കാൻ വിട്ടുപോയി. ഓക്കെ 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 ഒരു ഒരു ഐസ്ക്രീമിന്റെ കേസ് ആലോചിച്ച് നോക്ക്. കോൺ ഐസ്ക്രീമിന്റെ നിങ്ങൾക്ക് ഈ പറയുന്ന ക്യാമറയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ലാസയുടെയോ ഏതെങ്കിലും ഒരു കോൺ ഐസ്ക്രീം. ഓക്കെ, ഈ കോൺ ഐസ്ക്രീമിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ദ എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി കൺസ്യൂംഡ് ഓഫ് കോൺ ഐസ്ക്രീം എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? പ്രൈസ്, ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്.
അതിന് ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ആണ്. പ്രൈസ് ഓഫ് കോൺ ഐസ്ക്രീം ആയിരിക്കും അതിന്റെ ഡിമാൻഡ് തീരുമാനിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ. CIC എന്നുള്ളത് കോൺ ഐസ്ക്രീം ആണ്, തൽക്കാലം അങ്ങനെ എന്ന് വിചാരിക്കുക. ഓക്കെ, കോൺ ഐസ്ക്രീമിന്റെ ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്. ഓക്കെ, അതിൽ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് പ്രൈസ് ആയിരിക്കും. പിന്നീട് നമ്മൾ പഠിച്ചിട്ടുണ്ട് വേറെ എന്തൊക്കെ ഫാക്ടേഴ്സാ? ഇൻകം ഓഫ് ദ കൺസ്യൂമർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേറെ പ്രൈസ് ഓഫ് related goods. related goods, ഓക്കെ, വെരി ഗുഡ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. പിന്നെ Taste and preference. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഓക്കെ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്നാണ് TNP ഇട്ടിരിക്കണേ. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. പിന്നെ ചില ബുക്കിൽ ഈ പറയുന്ന വേറെ അഡീഷണൽ ഫാക്ടേഴ്സും കാണിക്കാറുണ്ട്. expectation of pricing, ആ, price of a product, പിന്നെ നമ്പർ ഓഫ് ബയേഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ഇൻ ദാറ്റ് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഇതിനകത്ത് ചില ബുക്കുകളിൽ മിക്കവാറും കാണുന്നത് ഇത്രയും ഫാക്ടേഴ്സ് ആയിരിക്കും. പ്രൈസ് ഓഫ് ഐസ്ക്രീം, അല്ലെങ്കിൽ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സാധാരണ കാണാറുള്ളത്. പക്ഷെ ചില ബുക്കുകളിൽ ആ രണ്ട് അഡീഷണൽ ഫാക്ടേഴ്സും കാണാറുണ്ട്, എക്സ്പെക്ടേഷൻസും നമ്പർ ഓഫ് ബയേഴ്സും. ഓക്കെ, ഇനിയിപ്പോ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോ ഞാൻ ചോദിക്കുകയാണ്, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ നിങ്ങൾ പറയുകയും ചെയ്തു അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ഐസ്ക്രീം ആണ്, പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുമ്പോൾ കോൺ ഐസ്ക്രീമിന്റെ എക്സാമ്പിൾ ആണ് എടുത്തത്. ഓക്കെ, അതിന്റെ ഏറ്റവും വലിയ ഡിമാൻഡ് തീരുമാനിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ, സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് ഫോർ എക്സ് ഗുഡ്, അതിന്റെ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ പ്രൈസ് ഓഫ് ദ എക്സ് ഗുഡ്. ഓക്കെ, അല്ലെങ്കിൽ എക്സ് ഗുഡിന്റെ ഡിമാൻഡ് കാണിക്കുന്നതിൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് എക്സ് ആണ്. ഓക്കെ, ഇനി മറ്റ് ഫാക്ടേഴ്സും ഉണ്ട്. ഇൻകം, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, എക്സ്പെക്ടേഷൻസ്, നമ്പർ ഓഫ് ബയേഴ്സ്. ഒരെണ്ണം കൂടി ഉണ്ട്, അഡ്വർടൈസ്മെന്റും ചില ബുക്കുകളിൽ കാണാറുണ്ട്. തൽക്കാലം ഇരുന്നട്ടെ. പക്ഷെ ആദ്യത്തെ ആ 4 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, പ്രൈസ് ഓഫ് പ്രോഡക്റ്റ്, ഇൻകം, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. അപ്പോൾ ഡിമാൻഡ് ഫോർ എക്സ് ഗുഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ഓഫ് എക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോ ഞാൻ ഇതിനെ ഡിമാൻഡ് ഫോർ എക്സ് എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് എക്സ് എഴുതി, പിന്നെ എന്തൊക്കെയുള്ള ഇൻകം ഉണ്ട്. Y എന്ന് പറയുന്നത് ഇൻകം ആയിരിക്കും കാണിക്കുന്നത്, ഇൻകം, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, PR എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഓക്കെ, നമുക്ക് തൽക്കാലം ഇത്ര എടുക്കാം. ഇതിന്റെ അകത്ത് നമ്മൾ പറഞ്ഞു പ്രൈസ് ഓഫ് എക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ അവിടെ നിർത്തിയിട്ട് ഈ ബാക്കിയുള്ള ഫാക്ടേഴ്സിനെ നമ്മൾ എന്തെന്നാ പറയാറ് സാധാരണഗതിയിൽ? ഇൻകം, പ്രൈസ് ഓഫ് റിലേറ്റഡ് പ്രോഡക്ട്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അതിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്? Independence variables. കേട്ടില്ല. independent variables, Independent variables എന്നാണോ സർ? ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് അങ്ങനെയാണോ പറഞ്ഞത്? Non price അതെ. tag. ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങള്? ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നത് ഡിപ്പെൻസ് ഓൺ ദാറ്റ് ഫാക്ടേഴ്സ്. ഡിമാൻഡിൽ വരുന്ന മാറ്റം ഈ ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കരുതിയാ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡിപെൻഡന്റ് വേരിയബിൾസ് എന്നല്ലേ പറയണേ? Sorry, ആ, sir. അത് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന
ഇൻഡിപെൻഡന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതല്ല ഉദ്ദേശിച്ചത്. ഇൻഡിപെൻഡന്റ് ഫാക്ടേഴ്സ് Non-trace factors. കേട്ടില്ല. Non-trace factors. നോൺ ട്രേസ് ഫാക്ടേഴ്സ്. Price. നോൺ പ്രൈസ് ഫാക്ടേഴ്സ്. ഓക്കെ സോറി. നോൺ പ്രൈസ് ഫാക്ടേഴ്സ്. നോൺ പ്രൈസ് ഫാക്ടേഴ്സ് എന്ന് പറയാം. ഞാൻ ഉദ്ദേശിച്ചൊരു പോയിന്റ് എന്ന് പറയുന്നത് പാരാമീറ്റേഴ്സ് എന്നാണ്. ബേസിക്കലി നമ്മൾ പാരാമീറ്റേഴ്സ് എന്നും പറയാറുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. അതിൻ്റെ അത് ഇൻഡിപെൻഡന്റ് ഫാക്ടേഴ്സ് അല്ല, അത് ഒഴിച്ച് ബാക്കിയെല്ലാം സമ്മതിക്കുന്നു. പക്ഷേ ഈ പാരാമീറ്റേഴ്സ് എന്നാണ് ബേസിക്കലി നമ്മൾ പറയാറുള്ളത്. ഈ ഇൻകം പ്രൈസ് റിലേറ്റഡ് കുറിച്ച് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനെ നമ്മൾ ബേസിക്കലി പാരാമീറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി ഇങ്ങനെ പറഞ്ഞു, ഡിമാൻഡ് ഫോർ എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ഓഫ് എക്സ്, ഇൻകം പ്രൈസ് റിലേറ്റഡ് ഗുഡ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് പറഞ്ഞു. ഈ പ്രൈസ് ഒഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഫാക്ടേഴ്സിനെ നമ്മൾ പാരാമീറ്റേഴ്സ് എന്നാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതാം, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഫോർ എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ഓഫ് എക്സ്. ഓക്കെ, ഇനി പാരാമീറ്റേഴ്സ് റിമൈനിങ് സെയിം. അതായത് നമ്മൾ അസ്യൂം ചെയ്യുന്ന സാധനം എന്താ, ഈ സാധനങ്ങൾ പാരാമീറ്റേഴ്സ് സെയിം ആയിട്ട് നിൽക്കാൻ നേരത്തെ, പാരാമീറ്റേഴ്സ് സെയിം ആയിട്ട് നിൽക്കാൻ പറഞ്ഞാൽ ഏതൊക്കെയാണ് പാരാമീറ്റേഴ്സ്? ഇൻകം പ്രൈസ് റിലേറ്റഡ് ഗുഡ്സ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് സെയിം ആയിട്ട് നിൽക്കാൻ നേരത്തെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ഓഫ് എക്സ്. ഓക്കെ, ഇവര് തമ്മിൽ എന്ത് റിലേഷൻഷിപ്പാണ് ഉള്ളത്? ഈ ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസ് ഓഫ് എക്സും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പാണ് ഉള്ളത്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ ഒരു ഡിമാൻഡ് കർവ് വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഇതൊരു ഡിമാൻഡ് കർവ് ആണ്. ഓക്കെ, ഡിമാൻഡ് ഫോർ ഐസ്ക്രീം ആണ് ഇത് കാണിക്കുന്നത്. DD1 ഞാൻ മാർക്ക് ചെയ്യാണ്. ഓക്കെ, എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി കാണിക്കുന്നു, വൈ ആക്സിസിൽ പ്രൈസ് കാണിക്കുന്നു. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് പെർ വീക്ക് എന്നാണെന്ന് വിചാരിക്കുക. ഒരാഴ്ചയിൽ ഈ പറയുന്ന ഒരു കുട്ടിയുടെ ഡിമാൻഡ് കർവ് ആണ് കാണിക്കുന്നതെന്ന് വിചാരിക്കുക. ഇമാജിൻ ചെയ്യുക, ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് 80 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക, ഇനീഷ്യൽ പ്രൈസ്. അപ്പോൾ ആ കുട്ടി കൺസ്യൂം ചെയ്യുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ 2 ആയിരിക്കും. 2 ഐസ്ക്രീം ആയിരിക്കും ചിലപ്പോൾ ഒരു വീക്കിൽ കൺസ്യൂം ചെയ്യുന്നത്. ഇനി ആ പ്രോഡക്റ്റിന്റെ ഈ പറയുന്ന പ്രൈസ് കുറഞ്ഞു എന്ന് വിചാരിക്കുക, അത് 40 ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ അതിന്റെ കൺസംഷൻ 4 കൂട്ടി, 4 ഐസ്ക്രീം പെർ വീക്കായിട്ട് കൂട്ടി. ഇനി ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് വീണ്ടും കുറഞ്ഞു എന്ന് വിചാരിക്കുക, 20 ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി തീരുമാനിക്കുകയാണ്, ഞാനൊരു കാര്യം ചെയ്യാം, 6 എണ്ണമായിട്ട് കൂട്ടാം എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ബേസിക്കലി ഈ പറയുന്ന 80 ആയിരുന്നപ്പോൾ 2 ഐസ്ക്രീം പെർ വീക്കാണ് ഒരാഴ്ചയിൽ കഴിക്കുന്നുണ്ടായിരുന്നു. 40 ആയപ്പോൾ ഈ പറയുന്ന അത് 4 ആയി, 20 ആയി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന അത് 6 എണ്ണമായിട്ട് കൂടി. അപ്പൊ ഈ പോയിന്റ്സിനെ ഞാനിങ്ങനെ മാർക്ക് ചെയ്യാണ്, എ പോയിന്റ്, ബി പോയിന്റ്, സി പോയിന്റ്. ഓക്കെ, ഇവിടെ ഞാൻ പാരാമീറ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. പാരാമീറ്റേഴ്സ് റിമൈനിങ് ദ സെയിം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ ഗ്രാഫ് വരയ്ക്കാൻ നേരത്ത് ഇൻകത്തിനെ കാണിച്ചിട്ടില്ല, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കാണിച്ചിട്ടില്ല, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സും കാണിച്ചിട്ടില്ല. ഞാൻ ആ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് മാത്രമാണ് കാണിക്കുന്നത്, ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസ് ഓഫ് എക്സും മാത്രം. അപ്പം പ്രൈസ് എന്ന് പറയുന്നത് വൈ ആക്സിസിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, എക്സ് ആക്സിസിൽ ഞാൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് പെർ വീക്കും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യലി 80 ആയിരുന്നു, 2 ആയിരുന്നു കൺസംഷൻ, 40, 20 ആയിരുന്നപ്പോൾ ഡിമാൻഡ് കൂടി. ഇനി എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എ ടു ബി ടു സി മൂവ്മെന്റ്, അതായത് ഈ മൂവ്മെന്റ് ഉണ്ടല്ലോ, പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂട്ടാനായിട്ട് തീരുമാനിച്ചു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ മൂവ്മെന്റിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. ഓക്കെ, എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്, സമ്മതിച്ചു. ഓക്കെ, എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. ഇനി പ്രൈസ് എന്ന് പറയുന്നത് ഇനീഷ്യലി സി പോയിന്റിലായിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, സി പോയിന്റിലായിരുന്നു പ്രൈസ് എന്ന് വിചാരിക്കുക. അവിടെ നിന്ന്, അതായത് 20 ആയിരുന്നു ആ പുള്ളി അപ്പോൾ ആ സമയത്ത് കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്ന 6 ആണ്. പിന്നീട് പ്രൈസ് കൂടി 80 ആയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പുള്ളി ഈ പറഞ്ഞ സി പോയിന്റിൽ നിന്ന് ഏത് പോയിന്റിലേക്ക് പോകും?
A. എ പോയിന്റിലേക്ക് പോകും. ഓക്കെ, അവിടെ അങ്ങനെയാണെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെ ഡിക്രീസ് ആണോ സംഭവിച്ചത്, ഇൻക്രീസ് ആണോ സംഭവിച്ചത്? പ്രൈസ് കൂടി കഴിഞ്ഞപ്പോൾ Decrease. ഡിക്രീസ് ആണ് Decrease. സംഭവിച്ചത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞു ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് സംഭവിച്ചു, ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു. ഇതെന്തെന്ന് ഇതിന് പറയുന്നത്? Contraction. Contraction of demand. ഓക്കെ, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ഒരു ഹെഡിങ് എഴുതുക. ആ ഹെഡിങ്ങിന്റെ അകത്ത് ഇങ്ങനെ എഴുതുക, അല്ല, ഒരു ഹെഡിങ് എഴുതുന്നതിന് മുമ്പായിട്ട് ഒരു ടേബിൾ വരയ്ക്കുക. ആ ടേബിളിന്റെ അകത്ത് നമ്മൾ ആ കാണിച്ചിരിക്കുന്ന അതേ ഇതൊന്ന് എഴുതുക. ഇനീഷ്യലി പ്രൈസ്, ഡിമാൻഡ്. പ്രൈസ് 20 ആയിരുന്നപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 6 ആയിരുന്നു. പ്രൈസ് 40 ആയിരുന്നപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 4 ആയി. ഡിമാൻഡ് എഴുതണ്ടേ? ഹെഡിങ് അത് എഴുതണോ? ഞാനത് പറയാം മിസ്റ്റർ, പറയാം. അത് നമുക്ക് ഈ ഡിമാൻഡ് ഇത് എഴുതി കഴിഞ്ഞിട്ട് 80 ആയി കഴിഞ്ഞപ്പോൾ 2 ആയി, അല്ലേ? ഇതല്ലേ ഡിമാൻഡിന് സംഭവിച്ചത്. ഓക്കെ, ഈ ടാബുലർ റെപ്രസെന്റേഷൻ എന്തെന്നാ പറയുന്നത്? Demand schedule. ഓക്കെ, വെരി ഗുഡ്. ഡിമാൻഡ് ഷെഡ്യൂൾ. അപ്പൊ ആ ടേബിളിന്റെ മുകളിലായിട്ട് ഒരു ഡിമാൻഡ് ഷെഡ്യൂൾ എന്നുള്ള ഹെഡിങ്ങും കൊടുക്കുക. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ ഒരു ഡെഫിനേഷൻ എഴുതുക. ഡിമാൻഡ് ഷെഡ്യൂൾ ഇസ് എ ടാബുലർ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഒരു ടേബിൾ റെപ്രസെന്റേഷൻ ഷോയിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടാബുലർ റെപ്രസെന്റേഷൻ showing price and demand relationship. Okay, tabular representation showing price and demand relationship. Okay, അടുത്തത് എഴുതിക്കോ. അത് ഹെഡിങ് എഴുതിക്കോ, ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ്. എന്താ ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്? Other things remaining same, inverse relationship between price and demand. വെരി ഗുഡ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ അതർ തിങ്സ് റിമൈനിങ് ദ സെയിം എന്ന് പറയുന്നത്, ഈ അതർ തിങ്സ് റിമൈനിങ് ദ സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കുറച്ചു മുമ്പ് പറഞ്ഞ സാധനം എന്താ? എന്ത് ഈ അതർ തിങ്സ് എന്ന് പറയുന്നത്? Factors. ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ്. ഓക്കെ, അപ്പൊ പാരാമീറ്റേഴ്സ് റിമൈനിങ് ദ സെയിം, there is an inverse relationship between price and demand. Price and quantity demand എന്ന് എഴുതിക്കും. എന്താണ് ഇച്ചിരി price and quantity demand. Okay, other things remaining the same, parameters remaining the same, there is an inverse relationship between price and quantity demand. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പൊ നമ്മൾ ഇതിനെ ഒരു ഗ്രാഫിൽ കാണിക്കാൻ നേരത്ത് നിങ്ങൾ പറഞ്ഞു ഇറ്റ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്ന് പറഞ്ഞു.
പ്രൈസ് ഡിമാൻഡ് പെർ വീക്ക് ആയിരുന്നു. ഞാനൊരു ഡിമാൻഡ് കർവ് വരച്ചു, DD1 എന്ന് മാർക്ക് ചെയ്തു. പ്രൈസ് P1 ആണെങ്കിൽ ക്വാണ്ടിറ്റി Q1, പ്രൈസ് കുറയാൻ നേരത്ത് P2 ആയിട്ട് കുറയാൻ നേരത്ത് ക്വാണ്ടിറ്റി ഇൻക്രീസസ് ടു Q2. ഓക്കെ, മറ്റോടത്ത് ഞാൻ നമ്പേഴ്സ് കാണിച്ചു, ഇതിൻ്റെ അകത്ത് നമ്പേഴ്സ് കാണിച്ചിട്ടില്ല എന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ് എഴുതിക്കോ. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഓക്കെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോ എന്തെന്ന് എഴുതിയേക്കണത് ഇതിൻ്റെ അകത്ത് ബേസിക്കലി ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന്. ഓക്കെ, ഞാൻ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്നാണ് എഴുതിയേക്കണത്, ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്നാണ് എഴുതിയേക്കണത്. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് തന്നെയാണ് എഴുതിയേക്കണത്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എപ്പോഴാണ് സംഭവിക്കുന്നത്? പ്രൈസിൽ വ്യത്യാസം വരുമ്പോൾ. ഓക്കെ, അപ്പോൾ പ്രൈസ് ഒന്നില്ലെങ്കിൽ കൂടാം, അല്ലെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യാം, കുറയാം, അല്ലേ? പ്രൈസ് കൂടാൻ നേരത്തെ ഡിമാൻഡിന് എന്താ സംഭവിക്കുന്നത്? കുറയും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചു എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പ്രൈസ് കുറയാൻ നേരത്തെ ഡിമാൻഡിന് എന്താ സംഭവിച്ചേ? ഓക്കെ, ഒരു തെറ്റ് പറ്റി. പ്രൈസ് കൂടാൻ പ്രൈസ് കൂടാൻ നേരത്തെ ഡിമാൻഡ് കുറഞ്ഞു, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. പ്രൈസ് എക്സ്പാൻഷൻ സംഭവിച്ചു. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, കോൺട്രാക്ഷനും എക്സ്പാൻഷനും സംഭവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കോൺട്രാക്ഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ സംഭവിക്കണമെങ്കിൽ, ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് വിചാരിക്കുക. കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ ഹാപ്പൻസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്, ചേഞ്ച് ഇൻ പാരാമീറ്റേഴ്സ്, ചേഞ്ച് ഇൻ അതർ ഫാക്ടേഴ്സ്, ചേഞ്ച് ഇൻ അതർ കൺസ്യൂമേഴ്സ് ഡിമാൻഡ് എന്നൊക്കെയാണ് 4 ഓപ്ഷൻ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും കറക്റ്റ്? എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഹാപ്പൻസ് ബിക്കോസ് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഈസ് കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ വിച്ച് വേരിയബിൾ എന്നാ ചോദിക്കണമെങ്കിലോ വീണ്ടും ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളണേ നിങ്ങളത്. അതായത് ടച്ച് വിട്ടിരിക്കുന്നവരാണെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഈ ഡി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ല, ക്വാണ്ടിറ്റി ഡിമാൻഡിലെ ഡിമാൻഡഡ് ഇ ഡി ഉണ്ടല്ലോ, ഈ ഡിമാൻഡഡ് എന്ന് പറയുന്ന സാധനം, ഇതിനെ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഇതെന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രൈസ് വരുമ്പോൾ സംഭവിക്കുന്നതാണ്. ഓക്കെ, ചേഞ്ച് ഇൻ പ്രൈസ് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ഈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ലീഡ്സ് ടു ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്സ്. സമ്മതിക്കും നിങ്ങൾ? ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ലീഡ്സ് ടു ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പാരാമീറ്റേഴ്സിൽ ചേഞ്ചസ് വരുമ്പോ. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഷിഫ്റ്റ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബേസിക്കലി ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഡിമാൻഡ് കർവ് മാറാൻ നേരത്താണ്. അതായത് ഒരു റൈറ്റ് വേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് നമ്മൾ ബേസിക്കലി പറയുന്ന ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബേസിക്കലി ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ്. അതുപോലെ തന്നെ പ്രൈസ് കൂടാൻ നേരത്തെ ഡിമാൻഡ് കുറയുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു, ഇറ്റ് ഇസ് കോൾഡ് ആസ് കോൺട്രാക്ഷൻ. പ്രൈസ് കുറയാൻ നേരത്തെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു, ഇറ്റ് ഇസ് കോൾഡ് ആസ് എക്സ്പാൻഷൻ. ഇനി ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ലീഡ്സ് ടു എന്തും കൂടെ പറയാൻ പറ്റും, മൂവ്മെന്റ് എലോങ് ദ എന്തെന്നാ? ഓക്കെ, മൂവ്മെന്റ് എലോങ് ദ സെയിം ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ഡിമാൻഡ് കർവ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തോളണേ. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത്, അപ്പൊ ഞാൻ ഗ്രാഫിക് കാണിക്കുകയാണെങ്കിൽ ഒരു ലൈൻ
വരച്ചു, DD1 മാർക്ക് ചെയ്തു, 2 പോയിന്റ്സ് ഞാൻ ഇട്ടു, A to B എന്ന് പറയുന്ന ആ പോയിന്റ്സിനെ മാർക്ക് ചെയ്തു. ഈ താഴോട്ടാണ് മൂവ്മെന്റ് എങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? കോൺട്രാക്ഷൻ ആലോചിച്ചു. Expansion. നിങ്ങളെ ഒരു കാര്യം ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ല ഇത് അത് അങ്ങനെ വിചാരിക്കേണ്ട. നിങ്ങൾ ഇതൊന്ന് മലയാളീകരിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ ഒരു മലയാളം വേർഡ് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വികസിക്കുക, ഇൻക്രീസ് ചെയ്യുക. ഇപ്പൊ ഒരു ബലൂൺ ആണെങ്കിൽ അതിനെ ഊതി വീർപ്പിക്കാൻ നേരത്ത് സംഭവിക്കുന്നത് അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യും, സൈസ് ഇൻക്രീസ് ചെയ്യും. ഇവിടെ ഈ പറയുന്ന ഇനീഷ്യൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 4 ആയിരുന്നു, അതിപ്പോ എത്രയായി? 6 ആയി. അപ്പൊ കൂടുതലല്ലേ ചെയ്തേ? ഓക്കെ, അതായത് എയിൽ നിന്ന് ബിയിലേക്ക് വരികയാണെങ്കിൽ എന്താ സംഭവിച്ചേ? ഡിമാൻഡ് കൂടുകയാണ് ചെയ്തത്, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുകയാണ് ചെയ്തത്. അപ്പൊ മൂവ്മെന്റ് ഡൗൺവേർഡ് അലോങ് ദ ഡിമാൻഡ് കർവ്, ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് എക്സ്പാൻഷൻ. ഇനി ഞാനൊരു ഗ്രാഫ് വരച്ചു. ഒരു ഡിമാൻഡ് കർവ് മാർക്ക് ചെയ്തു, DD1 എന്ന് പേര് കൊടുത്തു, പ്രൈസ്, ഡിമാൻഡ് കർവ്. ഓക്കെ, പക്ഷെ ഇവിടുത്തെ മൂവ്മെന്റ് എന്ന് പറയുന്നത് B to A മൂവ്മെന്റ് ആണ്. ബിയിൽ നിന്ന് എയിലേക്കാണ് മൂവ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി 6 ആയിരുന്നു, പിന്നീട് അത് എത്രയായി മാറി? 4 ആയിട്ട് കുറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു എന്നല്ലേ പറയുന്നത്? ഓക്കെ, അപ്പൊ അപ്വേർഡ് മൂവ്മെന്റ് ഉണ്ടാവാൻ നേരത്ത് കോൺട്രാക്ഷന്റെ മലയാളം ടേം എന്ന് പറയുന്നത് കുറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഡിമാൻഡ് കുറഞ്ഞു, അപ്പോൾ ഇറ്റ് ഇസ് കോൾഡ് ആസ് കോൺട്രാക്ഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് പ്രൈസും ഡിമാൻഡും വെച്ചുകൊണ്ടും പറഞ്ഞു. ഞാൻ ഒന്നും കൂടെ അത് പറയാം. ബേസിക്കലി നിങ്ങൾക്ക് ടച്ച് വിട്ടിരിക്കുകയാണെങ്കിൽ, പ്രൈസും നമ്മൾ ആദ്യം പറഞ്ഞത് ഡിമാൻഡ് ഫോർ എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ഓഫ് എക്സ്. ഓക്കെ, ഇതിനെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത്. It can be either expansion or contraction. പ്രൈസ് മാറാൻ നേരത്ത് it will lead to movement along the demand curve. Okay, movement along the demand curve. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത് ആർക്കെങ്കിലും? നിങ്ങളത് എഴുതിയെടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ലോ ഓഫ് ഡിമാൻഡ്, അതർ തിങ്സ് റിമൈനിങ് ദ സെയിം, പാരാമീറ്റേഴ്സ് റിമൈനിങ് ദ സെയിം, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ ചേഞ്ച് ഇൻ ഡിമാൻഡ് അല്ല പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് ED എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്തത്. നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ല. ഇത് നിങ്ങൾക്ക് ഓർമ്മ വേണം ഈ പറയുന്നത് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? ആർക്കെങ്കിലും ഓക്കെ അല്ലെങ്കിൽ പറഞ്ഞതിൻ്റെ അടുത്തൊന്ന് പറയണം. ഓക്കെ, ഓക്കെ ആണോ? ഇനി ഇതിപ്പോ ഞാൻ അപ്പു എന്ന് പറയുന്ന ഒരു പയ്യന്റെയാണ് ഞാൻ ഡിമാൻഡ് കർവ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പു എന്ന് പറയുന്ന പയ്യനാണ് ഈ ഡിമാൻഡ് ഉള്ള പയ്യൻ. ഓക്കെ, ഡിമാൻഡ് ഫോർ ഐസ്ക്രീം, എക്സ് പ്രോഡക്റ്റ്, പ്രൈസ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് പെർ വീക്ക്. ഈ അതിന് മുമ്പായിട്ട് ചെറിയൊരു ചോദ്യം കൂടെയും നിങ്ങളടുത്ത് ഒരു ചോദ്യം ചോദിക്കണം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ.
ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് വേരിയബിൾ ആണോ ഫ്ലോ വേരിയബിൾ ആണോ? ഫ്ലോ വേരിയബിൾ ആണേ. ഡിമാൻഡ് സപ്ലൈ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വിത്ത് റെഫറൻസ് ടു ടൈം ആണ് നമ്മൾ പറയുന്നത്. വീക്ക് എന്നുള്ളതാണ് ഇവിടുത്തെ റെഫറൻസ്. പെർ ഡേ, പെർ വീക്ക്, അങ്ങനെയൊക്കെ പറയാൻ നേരത്ത് പെർ മന്ത് എന്നൊക്കെ പറയാൻ നേരത്ത് അത് ഫ്ലോ വേരിയബിൾ ആയിരിക്കും കേട്ടോ. നമുക്ക് അതിൻ്റെ അത് ഞാനത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ അത് കുറച്ച് വേരിയബിൾസ് ഉണ്ട്. സ്റ്റോക്ക് വേരിയബിളും ഫ്ലോ വേരിയബിൾസും കൺഫ്യൂസിംഗ് ആണ്, പക്ഷെ ഞാനത് തരാം. പക്ഷെ തൽക്കാലം ഒന്ന് ഓർത്തിരിക്കുക, ഡിമാൻഡ് എന്ന് പറയുന്നതും സപ്ലൈ എന്ന് പറയുന്നതും അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നതും അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നതൊക്കെ ഫ്ലോ വേരിയബിൾസ് ആണ്. ഓക്കെ, കുറച്ച് സ്റ്റോക്ക് വേരിയബിൾസും ഉണ്ട്. ഇപ്പോൾ ഒരു ഇൻവെന്ററി എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങൾക്ക് ഒരു ബിസിനസ് ഉണ്ട്, ആ ബിസിനസിന്റെ അകത്ത് ഒരു ഇൻവെന്ററി ഉണ്ട്, അതായത് അത് സ്റ്റോക്ക് വേരിയബിൾ ആണ്. എത്രയുണ്ട് ഈ നിമിഷം എത്രയുണ്ട്, ഓക്കെ, എന്നുള്ളതാണ് ഈ പറയുന്ന സ്റ്റോക്ക് വേരിയബിൾ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു വീഡിയോ എടുക്കുകയാണ്, ആ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇന്ന സമയം തൊട്ട് ഒരു ഇന്ന സമയം വരെയാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ഫ്ലോ വേരിയബിൾ ആയിരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, വെറുതെ ഒരു 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 പടം എടുക്കുകയാണ്, ഒരു പിക്ചർ എടുക്കുകയാണ്, ക്യാമറയിൽ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുകയാണ്, അത് നിങ്ങൾ ആ പെർട്ടിക്കുലർ ടൈം പീരീഡിൽ നിങ്ങൾ എൻഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു സ്റ്റോക്ക് വേരിയബിൾ ആയിരിക്കും. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സംസാരിക്കാം. പക്ഷേ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം, ഡിമാൻഡ്, സപ്ലൈ, ഇതൊക്കെ ഈ പറയുന്ന GDP, ഇതൊക്കെ ഈ പറയുന്ന ഫ്ലോ വേരിയബിൾസ് ആണ്. ഇച്ചിരി ചില സമയത്ത് കൺഫ്യൂസിംഗ് ആണ്, ഞാൻ അതിൻ്റെ ലിസ്റ്റ് തരാം. തൽക്കാലം ഓർത്തിരിക്കുക, ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഫ്ലോ വേരിയബിൾ ആണ്. ഇത് നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് പറയും, നിങ്ങൾ തലയിൽ കയറിക്കോളും. പക്ഷെ ഇപ്പൊ തൽക്കാലം ഒന്ന് ഓർത്തിരിക്കുക, ഇറ്റ് ഇസ് എ ഫ്ലോ വേരിയബിൾ, ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, ഇതെന്ന് പറയുന്നത് അപ്പു എന്ന് പറയുന്ന ഒരു പയ്യന്റെ ഡിമാൻഡ് കർവ് ആണ്. അപ്പൊ അതൊരു ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് ആണോ അതോ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ആണോ? ഇൻഡിവിജ്വൽ ഡിമാൻഡ്. ഓക്കെ, ഇനി അപ്പു എന്ന് പറയുന്ന ആള് മാത്രമാണ് ആ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ഡിമാൻഡ് കർവ് ആവും? മാർക്കറ്റ് ഡിമാൻഡ്. മാർക്കറ്റ് ഡിമാൻഡ് കർവ് ആവും അല്ലേ? അപ്പു എന്ന് പറയുന്ന ഒരു സിംഗിൾ ആളാണെങ്കിൽ ഈ പറയുന്ന അവിടെ ഒരൊറ്റ മാർക്കറ്റേ ഉള്ളൂ, അപ്പുവിന് വേണ്ടിയുള്ള ഒരു മാർക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് മാർക്കറ്റ് ഡിമാൻഡ് കർവ് ആവും. പക്ഷെ അത് അങ്ങനെ അല്ലല്ലോ. ഒരു രാജ്യത്ത് ഈ പറയുന്ന പല ആൾക്കാരുണ്ടാവും, ഒരു മാർക്കറ്റിൽ തന്നെ പല ആൾക്കാരുണ്ടാവും. അപ്പൊ അതൊരു ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് ആണ്. ഇനി ഞാൻ അമ്മു എന്ന് പറയുന്ന ഒരാളുടെ ഡിമാൻഡ് കർവും കൂടെയും വരയ്ക്കുകയാണ്. ഇത് നിങ്ങൾ അങ്ങനെ എഴുതിയെടുക്കണമെന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ നേരത്തെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഡിമാൻഡ് ഫോർ വീണ്ടും ഐസ്ക്രീം, എക്സ് എന്ന് പറയുന്ന സാധനം, പ്രൈസ്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് പെർ വീക്ക്. ഞാൻ ഈ വീക്കിന്റെ റെഫറൻസ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഫ്ലോ വേരിയബിൾ പറഞ്ഞത്. പെർ വീക്ക്, പെർ മന്ത്, പെർ ഡേ, ആ ടൈം പീരീഡ് ഒരു റെഫറൻസ് ഉണ്ടെങ്കിൽ മിക്കവാറും അതൊരു ഫ്ലോ വേരിയബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ പയ്യൻ 40 രൂപയ്ക്ക് കൺസ്യൂം ചെയ്യുന്നത് 6 ഐസ്ക്രീം ആണെന്ന് വിചാരിക്കുക. ഈ കുട്ടി 40 രൂപയ്ക്ക് കൺസ്യൂം ചെയ്തത് 8 ഐസ്ക്രീം ആണെന്ന് വിചാരിക്കുക. അപ്പൊ ബേസിക്കലി അമ്മു ആണ് ഈ പറയുന്ന കൂടുതൽ ഐസ്ക്രീം കഴിക്കുന്ന ആള്. ഇത് രണ്ടും എന്ത് ഡിമാൻഡ് കർവ് ആണ്? ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് ആണ്. ഇനി അസ്യൂം ചെയ്യുക ഈ രണ്ടുപേരാണ് മാർക്കറ്റിൽ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്തായിരിക്കും? രണ്ടും കൂടെ കൂട്ടുന്നു. ഓക്കെ, വെരി ഗുഡ്. സമ്മേഷൻ. രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ളതായിരിക്കും മാർക്കറ്റ് ഡിമാൻഡ് കർവ്. അപ്പൊ രണ്ട് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്സിന്റെ, അതായത് ഇവിടെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്സ് എന്ന് പറയുന്നത് അപ്പുവിന്റെയും പ്ലസ് ഡിമാൻഡ് കർവ് ഓഫ് അമ്മു എന്നും കൂടെ ആഡ് ചെയ്തപ്പോ എനിക്ക് എന്ത് കിട്ടി? മാർക്കറ്റ് ഡിമാൻഡ് കർവ് കിട്ടി. അപ്പോ എഴുതിയെടുക്കണമെന്നില്ല കേട്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയെടുക്കുന്ന വരയ്ക്കണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു നോക്കാം നിങ്ങളെ. ഇതൊരു ചോദ്യമായിട്ട് വരാനുള്ള ഒരു സാധനം. ചോദ്യം എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോ പ്രൈസ് എന്ന് പറയുന്നത് 40, അപ്പു കൺസ്യൂം ചെയ്തത് 6, അമ്മു കൺസ്യൂം ചെയ്തത് 8.
8. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഞാൻ അത് രണ്ടും കൂടെ സം ചെയ്തു. മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 14. 6 + 8 14. 14. ഓക്കെ, 14 ഐസ്ക്രീംസ് പെർ വീക്ക്. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് MD എന്ന് പറയുന്നത് ഇത് ഡിമാൻഡ് ടു അമ്മുവിന്റെ, മറ്റേത് അപ്പുവിന്റെ. അപ്പോൾ അമ്മു പ്ലസ് അപ്പു, ഓക്കെ, മാർക്കറ്റ് ഡിമാൻഡ് കർവ്. അപ്പോൾ നമ്മൾ അതും കൂടെ രണ്ടും കൂടെ സം ചെയ്തു. ഇനി നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ഡെഫിനേഷൻ ഒന്ന് പറഞ്ഞേ, പുതിയ ആൾക്കാർ ആരെങ്കിലും മാർക്കറ്റ് ഡിമാൻഡ് കർവിന്റെ ഡെഫിനേഷൻ. ആരെങ്കിലും +1 +2 ടീച്ചേഴ്സ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്? Horizontal summation of individual demand curves. ഓക്കെ, ഇറ്റ് ഇസ് ദ ഹൊറിസോണ്ടൽ സമ്മേഷൻ. എന്തുകൊണ്ടായിരിക്കും അപ്പോൾ ഹൊറിസോണ്ടൽ സമ്മേഷൻ എന്ന് പറയുന്നത്? ഈ പടത്തിൽ നിന്ന് എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ പറഞ്ഞു ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്സ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് വേർട്ടിക്കൽ സമ്മേഷൻ ആവാത്തത്? ക്വാണ്ടിറ്റി ഡിമാൻഡിലെ എടുക്കുന്നത്. വെരി ഗുഡ്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ് എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ് ഹൊറിസോണ്ടൽ ആക്സിസിൽ, അല്ലേ? അപ്പോൾ ഇറ്റ് ഇസ് ദ ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്സ്. ഈ കാര്യം മാത്രം ഒന്ന് എഴുതിയെടുത്താൽ മതി, നിങ്ങൾ ഗ്രാഫ് ഒന്നും വരയ്ക്കണമെന്നില്ല. മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഇസ് ദ ഹൊറിസോണ്ടൽ സമ്മേഷൻ. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഓപ്ഷൻ ആയിട്ട്, ഇറ്റ് ഇസ് എ വെർട്ടിക്കൽ സമ്മേഷൻ, ഇറ്റ് ഇസ് എ ഹൊറിസോണ്ടൽ സമ്മേഷൻ, ഇറ്റ് ഇസ് A and B, ഇറ്റ് ഇസ് നൺ ഓഫ് ദ എബവ് എന്നായിരിക്കും ചിലപ്പോൾ ചോദ്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഇസ് ദ ഹൊറിസോണ്ടൽ സമ്മേഷൻ. വെർട്ടിക്കൽ സമ്മേഷൻ അല്ല. വെർട്ടിക്കൽ സമ്മേഷൻ ആവാത്തതിന് കാരണം എന്താ? പ്രൈസ് എന്താണ്? സെയിം ആണ്. ഓക്കെ, പ്രൈസ് സെയിം ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്സ്. ഈ കാര്യം ഒന്ന് ഇതൊന്ന് എഴുതിയെടുക്കണേ. മാർക്കറ്റ് ഡിമാൻഡ് കർവ് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഗ്രാഫ് ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത്രയും ഓക്കെ ആണോ? എന്തെങ്കിലും സംശയം? എന്തെങ്കിലും സംശയം? ഓക്കെ ആണോ? ഓക്കെ, പെർഫെക്റ്റ്. അടുത്ത ഹെഡിങ് എഴുതിക്കോ. ഞാൻ സ്പീഡ് കൂടുതലാണെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയണേ. നിങ്ങൾക്ക് ഇത് സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നത് ഒന്ന് റിവൈസ് ചെയ്യാത്തതിൻ്റെയും കൂടി ഉണ്ട്. പക്ഷെ അത് ആ ഗ്രൂവിലേക്ക് വന്നോളും. ജസ്റ്റ് കുറച്ച് സമയം കൊടുക്കാം നിങ്ങൾക്ക് തന്നെ. ഓക്കെ, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. ഓക്കെ, നമ്മൾ ഈ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ബേസിക്കലി ഇപ്പോൾ നമ്മൾ കോണ്ടിനെന്റൽ ഷിഫ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. കോണ്ടിനെന്റൽ ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പടം കാണാറുള്ള ബേസിക്കലി പറയുന്ന രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ അകന്നിരിക്കുന്നതൊക്കെയാണ് നമ്മൾ കാണാറുള്ളത്. ഒന്ന് വിഷ്വലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ടെക്ടോണിക് പ്ലേറ്റ്സ് ഷിഫ്റ്റഡ് എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. പണ്ട് എല്ലാ ഭൂഖണ്ഡങ്ങളും ഒരുമിച്ചായിരുന്നു, പിന്നീട് അത് ഷിഫ്റ്റ് ചെയ്ത് പല ഭൂഖണ്ഡങ്ങളായിട്ട് മാറി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്തായിരിക്കും? സെപ്പറേറ്റഡ് ആയി എന്നുള്ളതാണ്. അതോ ഒരു ഡിമാൻഡ് കർവിനെ വെച്ച് നോക്കാൻ നേരത്ത് സെപ്പറേറ്റഡ് ആയി എന്ന് പറഞ്ഞാൽ അപ്പൊ അതെന്തായിരിക്കും? ഡിമാൻഡ് കർവ് എന്ത് ചെയ്തു എന്നായിരിക്കും? ഷിഫ്റ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ Increase or decrease. നിങ്ങൾ വീണ്ടും ഈ പറയുന്ന ഞാൻ ഒരു കാര്യം, ഞാൻ ഈ നിങ്ങൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എനിക്ക് ആരാ പറയുന്നതെന്ന് പോലും അറിയില്ല. അപ്പൊ ഞാൻ ഒരാളെ അല്ല ഉദ്ദേശിക്കുന്നത്, ഞാൻ പ്ലൂറൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഒരു ലാംഗ്വേജിന്റെയും ഒരു സ്റ്റൈലിന്റെ ആണ്. ഞാൻ ആരെയും മോശമായിട്ട് നിങ്ങൾ എന്ന് അഭിസംബോധന ചെയ്യാൻ നേരത്തെ ഞാൻ ആരെയും അങ്ങനെ ചെയ്യുന്നതല്ല കേട്ടോ. ഞാൻ പ്ലൂറലാണ് ഞാൻ അവിടെ മീൻ ചെയ്യുന്നത്. അപ്പൊ ഇത് ബേസിക്കലി ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ്. പഠിച്ചത് കാര്യങ്ങൾ മറന്നേക്കുക, പുതിയതായിട്ട് ആലോചിക്കുക ഇൻഡിവിജ്വൽ ആയിട്ട്. അപ്പൊ ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പറയുന്ന അടർന്നു മാറുക എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അടർന്നു മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഡിമാൻഡ് കർവ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പുവിന്റെ ഡിമാൻഡ് കർവ് ആയിരുന്നു. അപ്പുവിന്റെ ഡിമാൻഡ് കർവിൽ ഈ പറയുന്ന ഡിമാൻഡ് ഫോർ എക്സ്, പ്രൈസ്, ഡിമാൻഡ് പെർ വീക്ക്. ഓക്കെ, വീക്ക് എന്നുള്ളതുകൊണ്ട് ഫ്ലോ വേരിയബിൾ ഓർത്തിരിക്കണേ. ഓക്കെ, ഇനി ഡിമാൻഡിന്റെ അവിടെ
പെർ വീക്ക് ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അതൊരു ഫ്ലോ വേരിയബിൾ തന്നെയാണ്. കാരണം ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെയുള്ള ഡിമാൻഡ് എന്നാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടൈം റെഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് എ ഫ്ലോ വേരിയബിൾ. ഇനി എന്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിമാൻഡ് കർവിൽ ഒരു ഷിഫ്റ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ഇതൊരു കോണ്ടിനെന്റ് അതിർവരമ്പാണെന്ന് വിചാരിക്കുക. ഈ കോണ്ടിനെന്റ് ഷിഫ്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ എന്താ? ഈ കോണ്ടിനെന്റിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു A to B മൂവ്മെന്റ് ആയിരിക്കും. ഷിഫ്റ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതൊരെണ്ണം വരണ്ടാകും. പുതിയതൊരെണ്ണം വന്നു, അല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഡിമാൻഡ് മാറി എന്നാണ് അർത്ഥം. ഓക്കെ, ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് വേറൊരു ഡിമാൻഡ് കർവ് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നില്ലെങ്കിൽ എങ്ങോട്ടൊക്കെയുള്ള മൂവ്മെന്റ് ആവാം, ഒന്നില്ലെങ്കിൽ വലത്തോട്ട് പോവാം. ഞാൻ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണേ. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എൻ്റെ അടുത്ത് ഒന്ന് പറയണം, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത് ഡിമാൻഡ് 2 ആയി. ഓക്കെ, ഇനീഷ്യലി ഡിമാൻഡ് 1 ആയിരുന്നു, ഡിമാൻഡ് 2 ആയെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ എന്ത് ഷിഫ്റ്റ് ഉണ്ടായത്? വലത്തോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്, ഇടത്തോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്? വലത്തോട്ട്. റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടി എന്നല്ല അർത്ഥം. വലത്തോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ അത് ഡിമാൻഡ് കൂടി. ഇനി ഡിമാൻഡ് കൂടി എന്ന് നിങ്ങൾക്ക് എങ്ങനെ കാണിച്ചു തരാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ 80 പ്രൈസ് ആയിരുന്നു ഇനീഷ്യലി. അപ്പോൾ എത്ര ഡിമാൻഡ് ചെയ്തോണ്ടിരുന്നത്? 80 പ്രൈസില് 2 അല്ലേ? ഇപ്പൊ എത്ര ഡിമാൻഡ് ചെയ്യണത് നിങ്ങൾ നോക്കി? പുതിയ പോയിന്റില് 2-നേക്കാൾ കൂടുതലല്ലേ? 4 എന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യുക. അപ്പൊ പ്രൈസിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? ഇല്ല. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? പ്രൈസ് റിമൈനിങ് ദ സെയിം, ഡിമാൻഡിന് എന്ത് സംഭവിച്ചു? കൂടി. അല്ലെങ്കിൽ എന്ത് ഷിഫ്റ്റ് സംഭവിച്ചു? റൈറ്റ് വേർഡ് ഷിഫ്റ്റ് സംഭവിച്ചു എന്നല്ലേ നമ്മൾ ആദ്യം പറഞ്ഞേ. അപ്പൊ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് സംഭവിക്കാൻ നേരത്ത് എന്താ സംഭവിച്ചത്? ബേസിക്കലി ഡിമാൻഡ് കൂടി എന്ന് നമ്മൾ പറഞ്ഞു, ആണല്ലോ. നമ്മൾ പറഞ്ഞു റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഉണ്ടായി എന്ന് പറഞ്ഞു. ഇവിടെ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഉണ്ടായി, റൈറ്റ് വേർഡിന്ന് ഷിഫ്റ്റ് ഉണ്ടായി. റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് എന്താ? ഡിമാൻഡ് കൂടി എന്നാവും. കാരണം 2-ൽ നിന്ന് 4 ആയി അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവാൻ നേരത്ത് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആണോ ഉണ്ടായത്, ഡിക്രീസ് ഇൻ ഡിമാൻഡ് ആണോ ഉണ്ടായത്? ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഓക്കെ, പ്രൈസ് റിമൈനിങ് സെയിം, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഉണ്ടായി. ഇറ്റ് ഇസ് കോൾഡ് ആസ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഓക്കെ, അപ്പോ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിലെ ഒരു സബ് പോയിന്റ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. അതായത് നിങ്ങൾ ഇപ്പൊ വരയ്ക്കാൻ പോകുന്ന ഗ്രാഫിന്റെ പേരെന്ന് പറയുന്നത് എന്താണ്? ഈ വരച്ചിരിക്കുന്ന ഗ്രാഫിന്റെ പേരെന്താ? ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എപ്പോഴാണ് സംഭവിക്കുന്നത്? റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ഇതിന് എന്തെന്ന് എനിക്ക് പറയാൻ പറ്റും? ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാമീറ്റേഴ്സ് റിമൈനിങ് ദ സെയിം, സമ്മതിച്ചു. ഓക്കെ, വേറെ അതിന് വേറൊരു പേര് ഞാനിവിടെ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് എനിക്ക് പറയാം. അപ്പൊ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് എന്ന് എനിക്ക് പറയാം, അല്ലെങ്കിൽ എനിക്ക് എന്തെന്ന് പറയാം? ചേഞ്ച് ഇൻ ഡിമാൻഡ്. ഓക്കെ, ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്തൊക്കെയാവാം? എന്തൊക്കെയാവാം? റൈറ്റ് വേർഡ് ഷിഫ്റ്റും ആവാം, ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റും ആവാം. ഓക്കെ. അപ്പൊ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഒരു പേജ് സൂം ചെയ്തിരിക്കുന്നത് അപ്പൊ കാണുന്നു. പേജസ് സൂം ചെയ്യണം എന്നാണ് പറഞ്ഞ? സൂം അല്ല, ചെയ്തിരിക്കുന്നത് സൂം ചെയ്തിരിക്കുക സ്ക്രീന്. സൂം ആയിട്ടിരിക്കുക.
സൂം ആയിട്ട് ഇരിക്കുകയാണ്. ആ ഇപ്പൊ കുറഞ്ഞോ? കുറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇത് തന്നെയാണ് അവസ്ഥ? ഹൈ, എല്ലാരും പോയോ? കുറച്ചും കൂടെ കുറച്ച് സൂം Mute ആയിട്ട് ആയിപ്പോയി. ഇരിക്കും. ഇപ്പൊ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? സാർ കണ്ണൂടെ അത്രയും സർവം ചെയ്യണം. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത്ര ക്ലിയർ അല്ല. കണ്ണൂടെ സർ ആ ഇപ്പൊ സൂം കൂടുതലാണ്, പക്ഷെ ക്ലിയർ ആണ്. അല്ല ഇതാ ക്ലിയർ. ഓക്കെ, സൂം കൂടുതലാണെങ്കിലും ടീച്ചറിന് അതിന്റെ അതിർവരമ്പുകൾ കിട്ടുന്നുണ്ടോ? അതിർവരമ്പുകൾ അതിന്റെ ഉള്ളിൽ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. എന്നാ ഓക്കെ, തൽക്കാലം ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ബേസിക്കലി DD1 മാർക്ക് ചെയ്തു ഞാൻ. റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഓക്കെ, നേരെ തിരിച്ച് ഡിക്രീസ് ഇൻ ഡിമാൻഡ് ആണെങ്കിലോ? ലെഫ്റ്റ് വേണം. ഞാൻ കുറയുന്നത് എപ്പോഴും റെഡ് വെച്ച് മാർക്ക് ചെയ്യാവേ. ഓക്കെ, ഇവിടെ എന്ത് ഷിഫ്റ്റ് ഉണ്ടായത്? ലെഫ്റ്റ് വേണം. ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ്. ലെഫ്റ്റ്. ഇത്ര ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇത് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൾട്ടിപ്പിൾ ടൈംസ് പറയുക, നിങ്ങൾ പേടിക്കണ്ട, തന്നെ കയറിക്കോളും. ബലം പിടിക്കണ്ട, ജസ്റ്റ് ആ ഗോ വിത്ത് ദ ഫ്ലോ. ഓക്കെ, തൽക്കാലത്തേക്ക് ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, ചേഞ്ച് ഇൻ ഡിമാൻഡ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പറഞ്ഞത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്നാണ്. ഓക്കെ, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, എഴുതിയെടുക്കണ്ട. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ഓക്കെ, ചേഞ്ച് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ഒന്നില്ലെങ്കിൽ പ്രൈസ് റിമൈനിങ് ദ സെയിം, ഒന്നില്ലെങ്കിൽ നല്ല പ്രൈസ് റിമൈനിങ് ദ സെയിം. ഓക്കെ, ഞാനൊരു ബാർ വരച്ചത് അതുകൊണ്ടാണ്. പ്രൈസ് റിമൈനിങ് സെയിം. പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യാൻ നേരത്ത് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? ഇൻകം, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ബാക്കി ഒരുപാട് സാധനങ്ങളുണ്ട്, തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. ടേസ്റ്റ് പാരാമീറ്റേഴ്സ് മാറാൻ നേരത്ത്, പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യാൻ നേരത്ത് ഉണ്ടാവുന്ന പ്രതിഭാസമാണ് എന്തെന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി ഡിമാൻഡ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയും ഇൻക്രീസ് ഉണ്ടായെന്ന് പറയും. ഡിമാൻഡ് ലെഫ്റ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും ഡിക്രീസ് ഇൻ ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഇത്രയും ഓക്കെ ആണോ? ഡിമാൻഡ് റൈറ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആണെന്ന് പറയും. ഡിമാൻഡ് ലെഫ്റ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പറയും ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയും. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ ആണോ? ഇനി ഞാൻ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് പോലെ ചോദിക്കുകയാണേ. ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി.
എല്ലാവരും മുൾമുനയിൽ നിൽക്കുകയാണ്. അത് ആരുടെ പേരായിരിക്കും ഇനി വിളിക്കുന്നത്? ഒരു A to B മൂവ്മെന്റ് ഉണ്ടായി. ഓക്കെ, ഒരു A to B മൂവ്മെന്റ് ഉണ്ടായി. ധന്യ പ്രമോദ് ടീച്ചർ. ഓക്കെ, ടീച്ചർ ഉണ്ടോ അവിടെ? ആ ഓക്കെ. ഓക്കെ, ഒരു A to B മൂവ്മെന്റ് ഉണ്ടായി. എന്നിട്ട് ഓപ്ഷനിൽ തരികയാണ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. രണ്ടാമത്തത് ഇറ്റ് ഈസ് കോൾഡ് ആസ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഏതായിരിക്കും കറക്റ്റ്? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഓക്കെ, ഇനി B2A മൂവ്മെന്റ് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പറയുന്നത്? സെയിം ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. വീണ്ടും ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് തന്നെ. ഓക്കെ, അപ്പൊ മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിമാൻഡ് കർവിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് ഉണ്ടാവാം. ഇതിന് എന്തെന്നാ പറയുന്നത്? എന്തെന്നാ പറയുന്നത്? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഓക്കെ, വെരി ഗുഡ്. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഇനി അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ടീച്ചറിനോടല്ലേ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പാരാമീറ്റേഴ്സ് റിമൈനിങ് ദ സെയിം. ഓക്കെ, പാരാമീറ്റേഴ്സ് റിമൈനിങ് ദ സെയിം. there will be shift in demand. True or false എന്ന് പറഞ്ഞാൽ മതി. Parameters remaining the same, there will be shift in demand. True or false എന്ന് പറഞ്ഞാൽ മതിയേ. ഞാൻ ഒരാളുടെ പേര് പറയാം, അനു SK. ഫാൾസ്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും? പാരാമീറ്റേഴ്സ് ഈ പറയുന്ന മാറാൻ നേരത്തെ എന്താ സംഭവിക്കുന്നത്? ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആണ് സംഭവിക്കുന്നത്. ഇത്രയും ഓക്കെ ആണോ? നമ്മളിന്ന് പഠിപ്പിച്ചത് ഇത്രയും കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ ഓക്കെയാണ്? ഓക്കെ. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് സമ്മറി എടുക്കാം. ബേസിക്കലി ഓക്കെ, ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിൾ ആണെന്ന് എനിക്ക് അറിയാം. പക്ഷെ ചില ആൾക്കാർ ടച്ച് വിട്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് മാത്രമാണ്, നിങ്ങളൊന്നും വിചാരിക്കരുത്. നമ്മൾ ഡിമാൻഡിന്റെ ഒരു ഡെഫിനേഷൻ പറഞ്ഞു. ഇറ്റ്സ് എ ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി എന്ന് പറഞ്ഞു. ഓർ ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ഗുഡ് ഓർ സർവീസസ് ഡിമാൻഡഡ് അറ്റ് എ പെർട്ടിക്കുലർ പ്രൈസ് അറ്റ് എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് എ മാക്സിമം പ്രൈസ് ദ കൺസ്യൂമർ ഇസ് വില്ലിംഗ് ടു പേ എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഈ പറയുന്ന അതിന്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡിലേക്കാണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡിലേക്ക് പോയപ്പോൾ നമ്മൾ പറഞ്ഞു ഡിമാൻഡ് ഫോർ എക്സ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്, ഇൻകം ഓഫ് ദ പ്രോഡക്റ്റ്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഇൻകം ഓഫ് ദ പ്രോഡക്റ്റ് അല്ല, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ, പ്രൈസ് ഓഫ് റിലേറ്റഡ് പ്രോഡക്ട്സ്. വേറെ നമ്മൾ 2-3 എക്സ്ട്രാ കാര്യങ്ങളോട് പറഞ്ഞത് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ്, അഡ്വർടൈസ്മെന്റ്, ഈ പറയുന്ന എക്സ്പെക്ടേഷൻസ്. ഓക്കെ, തൽക്കാലം ഇതിൽ നമുക്ക് നിർത്താം. അപ്പൊ ഈ ഫാക്ടേഴ്സിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇത്രയും കാര്യങ്ങൾക്ക് പാരാമീറ്റേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തത് ലോ ഓഫ് ഡിമാൻഡിന്റെ കേസ് പറഞ്ഞു. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞ പാരാമീറ്റേഴ്സ് റിമൈനിങ് ദ സെയിം അല്ലെങ്കിൽ അതർ തിങ്സ് റിമൈനിങ് ദ സെയിം. പ്രൈസ് കൂടാൻ നേരത്ത് ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. പ്രൈസ് കുറയാൻ നേരത്ത് ഡിമാൻഡ് കൂടും. ഇതിനെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് അറ്റ്. ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് തൽക്കാലം മനസ്സിലോർക്കുക. ED വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ED. ഓക്കെ, ഡിമാൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു പ്രൈസ് എന്ന് ഓർത്തിരിക്കുക. പ്രൈസ് മാറുമ്പോഴാണ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ചുമ്മാ ഡിമാൻഡ് എന്ന് മാത്രമേ പറയുള്ളൂ.
ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ് നമ്മൾ പറഞ്ഞത്? ഇതിന് പറയുന്ന പേരാണ് എന്തെന്ന്? കോൺട്രാക്ഷൻ. ഇതിന് പറയുന്ന പേരാണ് എക്സ്പാൻഷൻ. ഇത് രണ്ടും മൂവ്മെന്റ് എലോങ് ദ ഡിമാൻഡ് കർവ് ആണ്. ഓക്കെ ആണല്ലോ, മൂവ്മെന്റ് എലോങ് ദ ഡിമാൻഡ് കർവ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇസ് കോൾഡ് ആസ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്ത് വ്യത്യാസം വരുമ്പോൾ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഉണ്ടാവുന്നത്? പാരാമീറ്റേഴ്സ് മാറാൻ നേരത്ത്. പാരാമീറ്റേഴ്സ് മാറാൻ നേരത്ത് ഒന്നില്ലെങ്കിൽ റൈറ്റ് ടു ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഇസ് കോൾഡ് ആസ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആണെങ്കിൽ ഡിമാൻഡ് കർവ് കുറഞ്ഞു, അല്ലെങ്കിൽ ദർ ഇസ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? പിന്നെ നമ്മൾ പറഞ്ഞു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്ത് വേരിയബിൾ ആണെന്ന് പറഞ്ഞു? ഫ്ലോ Flow. വേരിയബിൾ. ഫ്ലോ വേരിയബിൾ. അഗ്രിഗേറ്റ് ഡിമാൻഡ് Flow. ഫ്ലോ വേരിയബിൾ. അഗ്രിഗേറ്റ് സപ്ലൈ Flow. Flow. ഫ്ലോ വേരിയബിൾ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന് നിങ്ങൾ ഓക്കെ, മാർക്കറ്റ് ഡിമാൻഡ് ഇസ് ദ ഡാഷ് സമ്മേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്സ്. Horizontal sum. ഹൊറിസോണ്ടൽ സമ്മേഷൻ. ഓക്കെ, ഡിമാൻഡ് കർവ് എന്ത് സ്ലോപ്ഡ് ആണ്? പോസിറ്റീവ്ലി സ്ലോപ്ഡ്, Down. നെഗറ്റീവ്ലി സ്ലോപ്ഡ്? TVD slope. നെഗറ്റീവ്ലി സ്ലോപ്പ്. നെഗറ്റീവ്ലി സ്ലോപ്ഡ്. ഓക്കെ, ഞാൻ തൽക്കാലം എടുക്കുന്നില്ല, പക്ഷെ എന്നാൽ കൂടിയും ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ വെറുതെ ഒന്ന് ചോദിക്കുകയാണ്, നമ്മളത് പിന്നെ എടുക്കാം. ഓക്കെ, ഈ ഡിമാൻഡ് കർവ് സാധാരണഗതിയിൽ ഇങ്ങനൊരു ഡിമാൻഡ് കർവ് ഉണ്ടാവുമോ മാർക്കറ്റിൽ? അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവ് ഉണ്ടാവുമോ? ജസ്റ്റ് ഞാൻ വെറുതെ ചോദിക്കുന്നതാണ്. ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തുകയാണ്, ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസും അതിന്റെ ഡിമാൻഡ് നിങ്ങൾ സ്റ്റഡി ചെയ്തു. എന്റെ ചോദ്യം ഇതാണ്, ഇങ്ങനെ ഒരു മാർക്കറ്റ് ഈ പറയുന്ന ഇങ്ങനെ ഒരു ഡിമാൻഡ് കർവ് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുമോ? ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവ് ഇല്ല. ഇല്ല. ഡിമാൻഡ് കർവ് ബേസിക്കലി എങ്ങനെ ആയിരിക്കും? ഒരു Curve. ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള ഷേപ്പ് ആയിരിക്കും. റെക്ടാങ്കുലർ ഹൈപ്പർബോള ഷേപ്പ് ഒന്നും അല്ലെങ്കിലും എന്തുണ്ടാവും? അതിനൊരു കർവേച്ചർ ഉണ്ടാവും. Curve. Curve. ഓക്കെ, ഇതായിരിക്കും ഒരു യൂഷ്വൽ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. പിന്നെ അനാലിസിസ് എളുപ്പമാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവ് ഉപയോഗിച്ചു എന്ന് മാത്രം കേട്ടോ. ടെക്സ്റ്റ് ബുക്കുകളും സാധാരണ കാണിക്കുന്നത് ഈ DD1 ഡിമാൻഡ് കർവ് ആണ്. ഈ DD1 ഡിമാൻഡ് കർവും DD2 ഡിമാൻഡ് കർവ് തമ്മിലുള്ള വ്യത്യാസം എന്താ? എങ്ങനെ നിങ്ങൾക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? കർവ് എന്ന് പറയുന്നത് ഓക്കെ, പക്ഷെ ഇത്തിലൂടെ സയന്റിഫിക് ആയിട്ട് ഒരു എക്കണോമിക് ടേംസിൽ ഈ പറഞ്ഞൊരു പരീക്ഷ ടേംസിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക? DD1 ഡിമാൻഡ് കർവിനെയും DD2 ഡിമാൻഡ് കർവിനെയും? ലീനിയർ മോഡൽ. ഓക്കെ, വെരി ഗുഡ്. ലീനിയർ ഡിമാൻഡ്. ഏതാ ലീനിയർ? ഏതാ D1. DD1 എന്ന് പറയുന്നത് ലീനിയർ ഡിമാൻഡ് കർവ് ആണ്. ലീനിയർ ഡിമാൻഡ് കർവ് എന്ന് പറയാൻ കാരണം എന്താ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ? സ്ട്രെയിറ്റ് ലൈൻ. സ്ലോപ്പ് എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, ഈ ലൈനിന്റെ സ്ലോപ്പോ DD2ന്റെ സ്ലോപ്പോ? ഒരിടത്ത് കൂടുമ്പോ മറ്റിടത്ത് കുറയും. അങ്ങനെ വ്യത്യാസം വരും. ഒരിടത്ത് കൂടുമ്പോൾ മറ്റേത് അതല്ല. ഇപ്പൊ ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് പോവാണെന്ന് വിചാരിക്കുക, അപ്പൊ അവിടെ സ്ലോപ്പിന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സ്ലോപ്പ് ഡിക്രീസ് ആവും.
സ്ലോപ്പ് ഡിക്രീസ് ആവും. ബിയിൽ നിന്ന് സിയിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വീണ്ടും ഡിക്രീസ് സ്ലോപ്പ് ഇൻക്രീസ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ വായിച്ചിട്ട് അത് ഛർദ്ദിക്കുകയാണ്. അങ്ങനെ അങ്ങനെ ചെയ്യരുത്. ഞാൻ നേരിട്ട് ചോദിക്കുകയാണ് ഈ സാധനം. ഇപ്പൊ ഞാൻ ഒരു ലൈൻ വരച്ചു, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഒരു ലൈൻ. ഓക്കെ, ഇനി ഞാൻ ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഒരു ലൈൻ വരച്ചു. ഡിക്രീസ്. ഇനി നിങ്ങൾ പറ, ഏതാ കൂടുതൽ സ്റ്റീപ്പ് ആയിട്ടുള്ളത്? എ ടു ബി ആണോ ബി ടു സി ആണോ സ്റ്റീപ്പ് ആയിട്ടുള്ളത്? എ ടു ബി. എ ടു ബി. അപ്പൊ സ്ലോപ്പ് ഇവിടെ സ്റ്റീപ്പർ ആണ്. ഇങ്ങോട്ട് വരുമ്പോ എന്താ സംഭവിച്ചേ? ഫ്ലാറ്റർ ആവും. ഓക്കെ, ഇത് നമുക്ക് ഇലാസ്റ്റിസിറ്റി എടുക്കുമ്പോൾ പറയാം. ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രം. സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ അതിനെ നമ്മൾ ലീനിയർ ഡിമാൻഡ് കർവ് എന്ന് പറയും. അതിന്റെ സ്ലോപ്പ് സെയിം ആയിരിക്കും. കർവേച്ചർ ഉണ്ടെങ്കിൽ നോൺ ലീനിയർ ആയിരിക്കും. അവിടെ സ്ലോപ്പ് സെയിം ആയിരിക്കില്ല. സ്ലോപ്പ് പല പോയിന്റ്സിലും പലതായിരിക്കും. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇലാസ്റ്റിസിറ്റി എടുക്കുമ്പോൾ നമുക്കത് പറയാം. ഓക്കെ, അപ്പൊ അത്രയാണ് ഇന്നത്തെ നമ്മളുടെ കാര്യങ്ങൾ പറയാൻ. എന്തെങ്കിലും സംശയമുണ്ടോ? ഇത്രയും പഠിപ്പിച്ചതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? സ്ലോപ്പ് വിട്ടേക്ക്, നമുക്കത് പിന്നെ എടുക്കാം. വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? പുതിയ ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട്സ്? നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു ചോദ്യം ചിലപ്പോൾ കിട്ടുമായിരിക്കും ഇത്രയും പഠിപ്പിച്ചതിൽ നിന്ന്. ഭാഗ്യം ഉണ്ടെങ്കിൽ. പക്ഷെ അത്രയും ഭാഗ്യം നമ്മൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ ഏറ്റവും വലിയ നിർഭാഗ്യവാനാണെന്ന് പറഞ്ഞിട്ട് അത്രയും പഠിച്ചിട്ട് പോവുക. ആരോ പറഞ്ഞ പോലെ പ്രേ ലൈക്ക് നത്തിങ് വിൽ വർക്ക് ഫോർ യു ആൻഡ് വർക്ക് ലൈക്ക് നോ പ്രേയേഴ്സ് വിൽ ഹെൽപ്പ് യു എന്നാണ് പറയുന്നത്. സ്ക്രോൾ ചെയ്യോ താഴോട്ട്, അടുത്ത പേജ്, ഏത് പേജാണ് സാർ? സെക്കൻഡ് പേജ്. ഇതാണോ? ഓക്കെ. ഇതൊന്നും പേടിക്കണ്ട കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ചെറിയ ചെറിയ പിക്ചർ അഭി ബാക്കി ഹേ. ഇതൊരു ട്രെയിലർ മാത്രം. ജസ്റ്റ് ഒരു, പക്ഷെ ഇത് അറിയാണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പല കൺസെപ്റ്റ്സും മനസ്സിലാവുകയില്ല. ഇത് എനിക്ക് തോന്നുന്നു സിലബസിൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഡിമാൻഡ് എന്നുള്ളൊരു വാക്ക് പോലും സിലബസിൽ. പക്ഷെ ഇത് പഠിക്കാണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനും പറ്റൂല. ഓക്കെ, അപ്പൊ വേറെ എന്തെങ്കിലും സംശയം? ഇല്ല? ഓക്കെ, അപ്പോ സ്പീഡ് ഓക്കെ ആണോ അതോ സ്പീഡ് കൂടുതലാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സ്പീഡ് ഓക്കെ. സ്പീഡ് ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഒരു കാര്യം കൂടെ ചെയ്യാം. നിങ്ങൾ അടുത്ത ദിവസം വരുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്തിട്ട്, ഇതൊന്ന് റിവൈസ് ചെയ്യാനല്ല, അടുത്ത പഠിപ്പിക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് ഡിമാൻഡ് കർവ് കഴിഞ്ഞ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്. അതൊന്ന് വായിച്ചിട്ട് തന്നെ, അതും സപ്ലൈയും കൂടി ഒന്ന് വായിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഇച്ചിരി എളുപ്പമായിരിക്കും. ഞാൻ വാട്സാപ്പിൽ ഇട്ടേക്കാം പോർഷൻ എന്താണെന്നുള്ളത്. ഒന്ന് വായിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നാളെ കാണാം. ഓക്കെ, ഒരു കാര്യം, സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നാളെ കാണാം.